നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടനപ്പള്ളി ബീച്ച് സൈനുദ്ദീൻ നഗറിൽ കടൽക്ഷോഭത്തെ തുടർന്ന് വീടുകൾ തകർന്നു. ആൽത്തറയിൽ ഇരിക്കുന്നതിനിടയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വാടനപ്പള്ളി സ്വദേശിയായ പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും ജനകീയ പ്രതിരോധവും നടത്തി. വാർത്തകൾ വിശദമായി. വടനപ്പള്ളി ബീച്ച് സൈനുദ്ദീൻ നഗറിൽ ഇന്നുണ്ടായ കടൽക്ഷോഭത്തെ തുടർന്ന് കടലെടുത്ത വീടുകൾ ഭാഗികമായി തകർന്നു. കടൽക്ഷോഭം തുടരുകയാണെങ്കിൽ പൂർണ്ണമായും വീടുകൾ കടലെടുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വാർഡ് മെമ്പർ നൌഫൽ വലിയകത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേഷ്, വില്ലേജ് ഓഫീസർ ഷിജു KS എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ആൽത്തറയിലിരിക്കുന്നതിനിടയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. വടനപ്പള്ളി പോലീസ് സ്റ്റേഷന് കിഴക്ക് പുതിയ ബൈപ്പാസ് റോഡ് മേൽപ്പാലത്തിന് സമീപം കുണ്ടലിയൂർ വീട്ടിൽ കുഞ്ഞുമോന്റെ മകൻ മധു ആണ് മരിച്ചത്. 51 വയസ്സായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6ഓടെയായിരുന്നു സംഭവം. ആൽത്തറയിലിരിക്കുമ്പോൾ കാലിൽ പാമ്പ് കടിയേറ്റ ഉടനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. വ്യാഴാഴ്ച രാവിലെയായിരുന്നു മരണം. മാതാവ് ലക്ഷ്മിബായ്, ഭാര്യ സിമി, മക്കൾ അശ്മിത, ശ്രീഹരി, സഹോദരൻ മഹേഷ്, മഞ്ജുള. എടത്തിരുത്തി പഞ്ചായത്തിലെ 15ാം വാർഡ് പപ്പട കോളനി കനാൽ ഒഴുക്ക് തടസ്സപ്പെട്ട മലിനജലം സമീപത്തെ വീടുകളിലേക്ക് കയറുന്നു. പഞ്ചായത്ത് അധികൃതരുടെ സമയോചിതമായ ഇടപെടൽ നടക്കാത്തത് മൂലമാണ് ഇങ്ങനെയൊരു ദുരിതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. മഴയ്ക്ക് മുന്നോടിയായി അധികൃതർ ശാസ്ത്രീയമായ കനാലുകൾ ശുചീകരിക്കാത്തതാണ് ദുരിതത്തിന് കാരണമായതെന്നും ആക്ഷേപമുണ്ട്. BJP കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ബാബു, വൈസ് പ്രസിഡന്റ് ജിസി അനിൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിത്തു കൊല്ലാറ, സതീഷ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. BJP വാടനപ്പള്ളി പഞ്ചായത്ത് വികസിത കേരള ശില്പശാല സംഘടിപ്പിച്ചു. BJP സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനം BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുജയ് സേനൻ, പ്രവീൺ പരങ്ങനാട്ട്, BJP മണലൂർ മണ്ഡലം അധ്യക്ഷൻ KS ധനീഷ്, ജനറൽ സെക്രട്ടറിമാരായ മനോജ് മാനിന, ഷൈജു ഇയാനി, BJP സംസ്ഥാന സമിതി അംഗം J രമാദേവി, BJP പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ, ജനറൽ സെക്രട്ടറി മുകുന്ദൻ IK, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് പണിക്കശ്ശേരി, KB ശ്രീജിത്ത്, BJP മണ്ഡലം ട്രഷറർ ദിവിൻ ദാസ് P, മണ്ഡലം ഭാരവാഹികളായ സുരേഷ് കുമാർ, ശാലിനി ജിനേഷ്, ലയ പ്രദീപ്, BJP പഞ്ചായത്ത് ഭാരവാഹികളായ KK സുരേഷ്, CD രതീഷ്, നിഷാഗ് NS, ജയേഷ് മാധവൻ, അഖിൽ ദാസ്, റീന സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. കടൽ മത്സ്യം കഴിക്കാം, മറിച്ചുള്ള പ്രചരണം വ്യാജമെന്ന് മന്ത്രി സജി ചെറിയാൻ. വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്ന മാധ്യമങ്ങൾക്കെതിരെ കേന്ദ്രവുമായി ചർച്ച നടത്തി നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. കടൽ മത്സ്യം കഴിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ. ചരക്ക് കപ്പൽ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രചരിക്കുന്ന തെറ്റായ വാർത്തകൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വ്യാജ പ്രചാരണം എക്സ്പോർട്ടിംഗ് സ്ഥാപനങ്ങളെ ബാധിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് സമാശ്വാസം നൽകുന്നത് സംബന്ധിച്ച് സർക്കാർ പരിശോധിക്കുമെന്നും കേന്ദ്ര സർക്കാരുമായി ഇക്കാര്യത്തിൽ ചർച്ച നടന്നുവരികയാണെന്നും മന്ത്രി അറിയിച്ചു. കപ്പൽ അപകടവുമായി ബന്ധപ്പെട്ട ആവശ്യമായ പരിശോധനകൾ നടത്തി നടപടികൾ സ്വീകരിക്കും. ആശങ്ക ഉണ്ടാകേണ്ട സാഹചര്യം നിലവിലില്ലെന്നും നവമാധ്യമങ്ങളുടെ വ്യാജ പ്രചാരണം മൂലം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണെന്നും മന്ത്രി പറഞ്ഞു. കണ്ടെയ്നറുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ അപകടകരമായ കണ്ടെയ്നറുകളൊന്നും ഇതുവരെ വന്നിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. ജൂൺ മാസത്തിലെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയുമെന്ന് KSEB. 2 മാസത്തിൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 1 പൈസയും പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് 3 പൈസയും ഇന്ധന സർചാർജ് ഇനത്തിൽ കുറവ് ലഭിക്കും. ബില്ലുകളിൽ ഇപ്പോൾ 1 യൂണിറ്റ് 8 പൈസ നിരക്കിലാണ് സർചാർജ് ഈടാക്കി വരുന്നത്. 1000 വാട്ട്സ് വരെ കണക്റ്റഡ് ലോഡും പ്രതിമാസം 40 യൂണിറ്റ് വരെ ഉപയോഗം ഉള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കളെയും ഗ്രീൻ താരിഫിൽ ഉള്ളവരെയും ഇന്ധന സർചാർജിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കി. താന്യം 9ാം വാർഡിൽ കിഴിപ്പള്ളിക്കര നളന്ത സ്കൂളിന് പുറകുവശത്തുള്ള റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. നിരവധി വീടുകളിൽ വെള്ളം കയറി.
കാനകൾ അശാസ്ത്രീയമായി നിർമ്മിച്ചതും വെള്ളം ഒഴുകിപ്പോകുന്ന വഴികളിലെ തടസ്സങ്ങളുമാണ് വെള്ളക്കെട്ടിന് കാരണമായത്. കിഴിപ്പള്ളിക്കര കിണർ സ്റ്റോപ്പിന് കിഴക്ക് വശത്തുകൂടെ പോകുന്ന റോഡിലാണ് മുട്ടോളം വെള്ളം ഉയർന്നത്. തകർന്നു കിടക്കുന്ന ഈ റോഡിലെ കുഴികൾ കാണാതെ ഇരുചക്ര വാഹനങ്ങൾ വീണ് അപകടവും പതിവാണ്. മഴയ്ക്ക് മുൻപേ പ്രശ്നം വാർഡ് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും എടുത്തില്ലെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഈ ഭാഗത്തെ വെള്ളം കാനയിലൂടെ കിഴക്ക് വശത്തുള്ള പാടത്തേക്കാണ് ഒഴുകേണ്ടത്. എന്നാൽ കാനകൾ മുഴുവൻ മണ്ണും മാലിന്യവും നിറഞ്ഞുകിടക്കുകയാണ്. കിഴിപ്പള്ളിക്കര ജുമാ മസ്ജിദ് മുതൽ പടിഞ്ഞാറുള്ള കൽവേട്ട് വരെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് റോഡ് ഉയർത്തി ടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയിരുന്നു. എന്നാൽ കൽവേട്ട് മുതൽ കിണർ സ്റ്റോപ്പ് വരെയുള്ള ഭാഗം ഒഴിവാക്കി. ഇതാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയത്. സ്കൂളിനോട് ചേർന്ന് വിദ്യാർത്ഥികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന റോഡിലെ വെള്ളക്കെട്ടിൽ രക്ഷിതാക്കൾക്ക് കടുത്ത ആശങ്കയുണ്ട്. നവകേരള സദസ്സ് ഫണ്ടിൽ നാട്ടിക നിയോജക മണ്ഡലത്തിലേക്ക് 7 കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് ഫണ്ട് അനുവദിച്ചതായി CC മുകുന്ദൻ MLA അറിയിച്ചു. തളിക്കുളം സ്നേഹതീരം ബീച്ച് പാർക്ക് നവീകരണം 60 ലക്ഷം, സരയു പാർക്ക് നവീകരണവും റോഡ് നിർമ്മാണവും 60 ലക്ഷം, എടമുട്ടം നോർത്ത് കോതകുളം വെസ്റ്റ് റോഡ് 50 ലക്ഷം, നാട്ടിക ഗ്രാമപഞ്ചായത്ത് വാർഡ് 4 പൊതു കളിയിട നവീകരണം 50 ലക്ഷം, പാറളം ഗ്രാമപഞ്ചായത്ത് കോടന്നൂർ ഗ്രൗണ്ട് നവീകരണം 50 ലക്ഷം, ചേർപ്പ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിട നിർമ്മാണം 1 കോടി, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പൊതു കളിയിടത്തിൽ ടർഫ് നവീകരണം 50 ലക്ഷം, അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് കല്ലടവഴി റോഡ് പുനരുദ്ധാരണം 50 ലക്ഷം, പൂത്തറക്കൽ പാടം സൗന്ദര്യവൽക്കരണം, നടപ്പാത നിർമ്മാണവും ലൈറ്റുകൾ സ്ഥാപിക്കലും ഇരിപ്പിടങ്ങളുടെ നിർമ്മാണം 50 ലക്ഷം, അന്തിക്കാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിട നിർമ്മാണം 1 കോടി, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് നാരായണമംഗലം കുളം നവീകരണം 50 ലക്ഷം, നാട്ടിക നിയോജക മണ്ഡലത്തിലെ വിവിധ പട്ടികജാതി സങ്കേതങ്ങളിൽ കുടിവെള്ള പദ്ധതി വാട്ടർ കിയോസ്കുകൾ സ്ഥാപിക്കൽ 40 ലക്ഷം എന്നിവയ്ക്കാണ് തുക വകയിരുത്തിയിട്ടുള്ളത്. ഇടവേള. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Manappuram Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കണ്ടശങ്കടവ് പുളിക്കൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം, അധിവാസം, വിടർത്തി പൂജ, കലശാഭിഷേകം, പ്രതിഷ്ഠാപൂജ എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രാചാര്യൻ ഹരിലാൽ തന്ത്രി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
CPM മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC +2 ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് KK ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, ബ്ലോക്ക് മെമ്പർ CR രമേശ്, വാർഡ് മെമ്പർമാരായ ഷാനി അനിൽകുമാർ, ഷേർലി റാഫി, സിനിമാ താരം ജോജൻ കാഞ്ഞാണി, പയസ് മാസ്റ്റർ ഡോക്ടർ ആന്റണി തോപ്പിൽ, ജനാർദ്ദനൻ മണ്ണുമ്മൽ എന്നിവർ സംസാരിച്ചു. കരിയർ ഗൈഡൻസ് ക്ലാസ് നടന്നു. TN രാമസുബ്രഹ്മണ്യൻ വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസ പഠനത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുത്തു. തീരദേശ മേഖലയിലെ +2 പരീക്ഷയിൽ കൂടുതൽ വിജയശതമാനം നേടിയ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരെ NES കോളേജിൽ വെച്ച് ആദരിച്ചു. NES ചെയർമാൻ ശിവൻ കണ്ണോളി ചടങ്ങിൽ അധ്യക്ഷനായി. വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് എഴുതിയ സ്ഥലവും വൻ വിജയവും നേടിയ ഒരു വിദ്യാലയമാണ് കഴിയുമ്പുറം ഹയർ സെക്കൻഡറി സ്കൂൾ. അതിൽ നിന്ന് ഒട്ടും പിന്നിലല്ല ഈ SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ കുട്ടികളെ വെറുതെ പഠിപ്പിച്ചാണ് വിട്ടു കളഞ്ഞാൽ അവരുടെ ഭാവി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ലതല്ല എന്നതുകൊണ്ട് അവരൊക്കെ പഠിപ്പിച്ച് ജയിപ്പിക്കുക എന്നതും നല്ല പേഴ്സൻറ്റേജോട് വിജയിപ്പിക്കുക എന്നതും ഒരു വലിയ ത്യാഗമായാണ് ഞാൻ കാണുന്നത്. ആ പ്രിൻസിപ്പൽമാരുടെ ഒരു നേതൃത്വം അത് ഭംഗിയായി കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇത്ര വിജയം കരസ്ഥമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ കഴിമ്പ്രം VPM SNDP സ്കൂൾ പ്രിൻസിപ്പാൾ ജയലക്ഷ്മി ടീച്ചർ, നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പാൾ ജയാബിനി GSB എന്നിവരെ നാട്ടിക SN കോളേജ് മുൻ മലയാള വിഭാഗം മേധാവി പ്രൊഫസർ VS റെജി മൊമന്റോ നൽകി ആദരിച്ചു. NES കോളേജ് പ്രിൻസിപ്പാൾ NC അനീജ, അസിസ്റ്റന്റ് പ്രൊഫസർ V ശശിധരൻ, MV ലതിമോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രൊഫസർ VS റെജി വിദ്യാർത്ഥികൾക്ക് ഓറിയന്റേഷൻ ക്ലാസ് നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കയ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം വഴിയമ്പലം സെന്ററിൽ പ്രതിഷേധ മാർച്ചും കൂട്ട ധർണയും നടത്തി. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് ഉടൻ പരിഹരിക്കുക, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപാകതകൾ പരിഹരിക്കുക, ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ച് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വന്നിട്ടുള്ള വെള്ളക്കെട്ട് പരിഹരിക്കുക, ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ചുള്ള കുടിവെള്ള തടസ്സം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. KPCC എക്സിക്യൂട്ടീവ് അംഗം KK കൊച്ചു മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P മേനോൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TM നാസർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കോൺഗ്രസ് സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, DCC അംഗങ്ങളായ സജയ് വയനപ്പിള്ളി, മണി കാവുങ്ങൽ, നേതാക്കളായ CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, ബീന സുരേന്ദ്രൻ, PM സലീം, PS ഷാഹിർ, അനസ് അബൂബക്കർ, CJ ജോഷി, ഡേവിസ്, KK കുട്ടൻ, KV അബ്ദുൾ മജീദ്, ഷീല വിശ്വംഭരൻ, PA അഫ്സൽ എന്നിവർ സംസാരിച്ചു. ഇവിടെ ഒരു പ്രതിഷേധ സമരം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമല്ല. അതല്ലെങ്കിൽ ഈ പ്രതിഷേധ സമരം കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് മനസ്സിലാക്കേണ്ട വിഷയമല്ല. ഓരോ ദിവസവും ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടിന്റെ ഒരു പ്രതികരണമാണ് ഇതുപോലുള്ള സമരം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഭരിക്കുന്ന കക്ഷിയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന പോരായ്മകൾ അത് ചൂണ്ടിക്കാണിക്കുകയും സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഭിരുചിക്ക് അനുസൃതമായി തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുവാൻ ലക്ഷ്യമിട്ടുകൊണ്ട് സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നൈപുണി വികസന കേന്ദ്രം ആരംഭിച്ചു. കോസ്മെറ്റോളജി, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ എന്നീ 2 കോഴ്സുകളാണ് നൈപുണി വികസന കേന്ദ്രത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. 51 കുട്ടികൾ ഇതിനോടകം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു. 21.5 ലക്ഷം രൂപയാണ് കേന്ദ്രത്തിനായി ചെലവഴിച്ചത്. വിദ്യാലയത്തിലെ നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK ബേബി, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദേവിക ദാസൻ, പഞ്ചായത്ത് അംഗം PK സുകന്യ, പ്രിൻസിപ്പാൾ ഇൻചാർജ് KC പ്രത്യൂഷ,
SSK DPC ഡോക്ടർ NJ ബിനോയ്, മതിലകം BRC BPC NC പ്രശാന്ത്, PTA പ്രസിഡന്റ് KP ഷാജി, SMC ചെയർമാൻ TM അനീഷ്, MPTA പ്രസിഡന്റ് CS ശ്രീകല, വൈസ് പ്രിൻസിപ്പാൾ VV സായ, VHSC പ്രിൻസിപ്പാൾ M മായാദേവി, പൂർവ്വ അധ്യാപക സംഘടനാ കോർഡിനേറ്റർ KB ബീന, LP പ്രധാനാധ്യാപിക ജ്യോതി ശ്രീവേണി, SDC കോർഡിനേറ്റർ അരുൺ സിദ്ധാർത്ഥൻ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ +2 വിഭാഗം NSS യൂണിറ്റ് നിർധന വിദ്യാർത്ഥിയുടെ ഭവന നിർമ്മാണത്തിനായി സമാഹരിച്ച 75,000 രൂപ പുത്തൻപള്ളി മഹല്ല് കമ്മിറ്റിക്ക് കൈമാറി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തെക്കുറിച്ച് നല്ലവണ്ണം വർത്തമാനം പറഞ്ഞ ആളുകളാണ്. പല അടിയിലിടുകയാണ്. അങ്ങനെ പറഞ്ഞിരുന്ന ആളുകളാണ്. നിങ്ങൾ പഠിക്കുന്ന പഠനത്തോടൊപ്പം തന്നെ ഒരു ജോലിക്ക് വേണ്ടിയാണ്. ഇവിടെ തന്നെ 2 പ്രധാനപ്പെട്ട ജോലികളിനോട് അനുബന്ധിച്ച് കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അല്ലേ. നമ്മുടെ ഒന്ന്, നമുക്ക് പുതിയ രീതിയിലുള്ള തൊഴിൽ കിട്ടാനുള്ള നല്ല സാധ്യതയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്, ഇലക്ട്രിക് വെഹിക്കിൾ സർവീസ് ടെക്നീഷ്യൻ എന്ന് പറയുന്നത്, അതുപോലെ കോസ്മെറ്റോളജി എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല സാധ്യതയുള്ള കോഴ്സാണ്. ഇനി കോഴ്സുകളൊക്കെ നാളെ നമുക്ക് മാറ്റാം. എന്തായാലും ഒരു പുതിയ രീതി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സന്തോഷം. റിസൾട്ട് SSLC 100%. ഒപ്പം തന്നെ +2 BScയുടെ കാര്യത്തിലും നല്ലപോലെ മുൻപിൽ പോകാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു ടീമായിട്ടുള്ള വർക്കാണ് അല്ലേ. ആ ടീം വർക്ക് നടത്തുന്ന അധ്യാപകർ, രക്ഷിതാക്കൾ, അതിന്റെ MPTA സംവിധാനങ്ങൾ എല്ലാവരെയും ഒരിടവേള കൂടി. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS വാർഷികം ആഘോഷിച്ചു. ET ഡേസൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ മുന്നേറ്റത്തിൽ കേരളം ലോകത്തിൽ നൽകുന്ന ഏറ്റവും മികച്ച ഒരു അനുഭവമോ പ്രസ്ഥാനവുമാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം. കുടുംബശ്രീ ആദ്യം ആരംഭിക്കുന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് നായനാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാനൂരി മുഹമ്മദ് കുട്ടിയാണ്. അന്ന്
കുടുംബശ്രീ രൂപീകരിക്കുന്ന സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഇന്നും വളരെ കൃത്യമായി ഓർക്കുകയാണ്. അത് കാരണമുണ്ട്. ഞങ്ങൾ കുടുംബശ്രീ ആദ്യമായി ഇത്തരം ഒരു പരിപാടി ആരംഭിക്കുമ്പോൾ അതിനുവേണ്ടി സംസ്ഥാന തലത്തിൽ ചില ആളുകളെ തെരഞ്ഞെടുത്തിരുന്നു. നമ്മുടെ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ എന്ന് പറയുന്നത് KRP ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കുറച്ച് ആളുകൾ തെരഞ്ഞെടുപ്പെടുന്നു. അതിലൊരു അംഗമായിരുന്നു ഞാൻ. അങ്ങനെ തിരുവനന്തപുരത്തെ പരിശീലനത്തിന് പോയപ്പോൾ ഒന്ന് പറഞ്ഞു കേട്ടത് കാര്യം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മെമ്പർ സെക്രട്ടറി കെ മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ മുഖ്യാതിഥിയായി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ U സലീൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KA കരീം, RK ബേബി, CDS ചെയർപേഴ്സൺ സരിത കണ്ണൻ, വൈസ് ചെയർപേഴ്സൺ നാദിയ ജാസിം, പെരിഞ്ഞനം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KS ദിലീപ് കുമാർ, പഞ്ചായത്ത് സെക്രട്ടറി K ശ്രീകുമാർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ NR ഹർഷകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായി. തൃപ്പയാർ ലെമർ പബ്ലിക് സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ സെറിമണി നടന്നു. വിദ്യാലയത്തിലെ പ്രഥമ പ്രിൻസിപ്പൽ ഡോക്ടർ KK മോഹനൻ ഉദ്ഘാടനം ചെയ്തു. In our institution, and they are leaving this institution officially, and you may be knowing that I was the principal of this institution some few years back. It was in 2005 I joined in this institution as its principal, and the vice principal was Nanda Rajagopal, and Prema was the headmistress of the institution, and like that we continued. Secretary, of course, he was here on that day, even now he is today, and our Latif sir and IT Mohammed Hussain sir, they are also here. I am very happy to see that day, and see, I have found that there is a new set of students who are leaving. സെക്രട്ടറി KK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രിൻസിപ്പൽ ഗെയ്നി മൈക്കിൾ 100% വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിശിഷ്ടാതിഥി KK മോഹനൻ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഫലകവും പ്രശസ്തി പത്രവും നൽകി അനുമോദിച്ചു. നാഷണൽ ടോപ്പേഴ്സ്, സബ്ജക്ട് ടോപ്പേഴ്സ് ആയ കുട്ടികൾക്ക് ട്രോഫികൾ നൽകി. മാനേജർ മുഹമ്മദ് അലി, IT ട്രഷറർ EA ഹാരിസ്, മെമ്പർമാരായ അഷ്റഫ് അലി, മുഹമ്മദ് ഹുസൈൻ, വൈസ് പ്രിൻസിപ്പാൾ സുവിത CS എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ദേശീയപാതയിലും സംസ്ഥാന പാതകളിലെയും നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് മൂലമുണ്ടായ ഗതാഗത കുരുക്ക് സർക്കാർ പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ജനകീയ പ്രതിരോധവും നടത്തി. കാഞ്ഞാണി സെന്ററിൽ നടന്ന പ്രതിരോധ സമരത്തിന് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KPCC അംഗം CI സെബാസ്റ്റ്യൻ, DCC സെക്രട്ടറിമാരായ KK ബാബു, അഡ്വക്കേറ്റ് V സുരേഷ് കുമാർ, CM നൌഷാദ്, KB ജയറാം, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാലൻ, INTUC നേതാവ് KK പ്രകാശൻ, MV അരുൺ, P മണികണ്ഠൻ, അഡ്വക്കേറ്റ് MA മുസ്തഫ, ജെൻസൺ ജെയിംസ്, മഹേഷ് കാർത്തികേയൻ, VC ഷീജ, വാസു വളാഞ്ചേരി, മണികണ്ഠൻ മഞ്ചറമ്പത്ത്, MB സെയ്ദു മുഹമ്മദ്, OT ഷംസുദ്ദീൻ, CM ശിവപ്രസാദ്, PM അഹമ്മദ് ഉണ്ണി, അബു കാട്ടിൽ, സുഗന്ധിനി ഗിരീഷ്, IP പ്രഭാകരൻ, അബ്ദുൾ സലാം തുടങ്ങിയവർ സംസാരിച്ചു.
ഏങ്ങണ്ടിയൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ വിദ്യാഗോപാല പൂജ നടന്നു. NS പ്രജീഷ് ചാന്ദ്രയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടുകൂടി ആരംഭിച്ച പൂജയിൽ ദീനദയാൽ ട്രസ്റ്റ് വൈസ് ചെയർമാൻ E. ബാലഗോപാലും സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു സിയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. വിദ്യാഗോപാല പൂജയിൽ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികളും പുറമേ നിന്നുള്ള വിദ്യാർത്ഥികളും അടക്കം 600-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ ഭജനയും പ്രസാദ വിതരണവും നടന്നു. ഒരു നുള്ളു പുഷ്പെടുക്കുക, ഒരു പുഷ്പെടുത്താൽ മതി കേട്ടോ. ഒരു നുള്ളെന്ന് പറഞ്ഞാൽ ഒരു പുഷ്പെടുത്താൽ മതി. ഒരു പുഷ്പെടുത്ത് തൊഴുതു പിടിക്കുക, വീണ്ടും തൊഴുതു പിടിക്കുക. ഗണേശ്വര ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുക. വിഘ്നവിനായകനായിരിക്കുന്ന ഗണേശ്വര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക. ഭഗവാനെ വിഘ്നേശ്വര, ഗണനായക ഭഗവാനെ, യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളും വന്നുകൂടാതിരിക്കാൻ ഈ വരാൻ പോകുന്ന അധ്യയന വർഷത്തിൽ യാതൊരു തരത്തിലുള്ള വിഘ്നങ്ങളും എൻ്റെ അധ്യയനത്തിന് വിദ്യാഭ്യാസത്തിന് വന്നുകൂടാതിരിക്കാൻ അനുഗ്രഹിക്കണേ ഭഗവാനെ വിഘ്നേശ്വര പ്രാർത്ഥിക്കാം. കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാശു പ്രയസ്തമേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാശു പ്രയസ്തമേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാശു പ്രയസ്തമേ. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ. JCI തൃപ്രയാർ റൈസ് അപ്പ് നെക്സ്റ്റ് ലെവൽ എന്ന വിഷയത്തിൽ ബിസിനസ് പരിശീലന പരിപാടി തൃപ്രയാർ ഡ്രീംലാൻഡ് ഹോട്ടലിൽ സംഘടിപ്പിച്ചു. ദേശീയ ട്രെയിനർ മനോജ് ഗോവിന്ദിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയിൽ വ്യക്തിഗത വളർച്ച, ഉപഭോക്തൃ മൂല്യം, നെറ്റ്വർക്കിംഗ്, നവീകരണം, ബിസിനസ് വളർച്ച എന്നിവയെക്കുറിച്ചുള്ള ശക്തമായ ഉൾക്കാഴ്ചകളും JCI സംഘടനയെപ്പറ്റിയുള്ള ഓറിയന്റേഷനും നൽകി. JCI തൃപ്രയാർ പ്രസിഡന്റ് TS കൃഷ്ണ അധ്യക്ഷയായി. പ്രസിഡന്റ് അഞ്ജലി മനോജ്, സെക്രട്ടറി അഭിഷേക് പ്രദീപ്, വൈസ് പ്രസിഡന്റ് സരിത ഷബിൻ എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടനപ്പള്ളി ബീച്ച് സൈനുദ്ദീൻ നഗറിൽ കടക്ഷോഭത്തെ തുടർന്ന് വീടുകൾ തകർന്നു. ആൽത്തറയിൽ ഇരിക്കുന്നതിനിടയിൽ പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വാടനപ്പള്ളി സ്വദേശിയായ പെയിന്റിംഗ് തൊഴിലാളി മരിച്ചു. റോഡിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനവും ജനകീയ പ്രതിരോധവും നടത്തി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.